ഇതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ ഗീത ഉമ്മച്ചപ്പോ അവൾ എന്റെ അടുത്ത് ഒന്ന് വല്ലാതെ വിഷമിച്ചടാ. ഞാൻ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഞാനൊരു ഫ്രണ്ടായിട്ടാണ് അവളെ ആശ്വസിപ്പിച്ചത്. എന്നാൽ അവളത് അതല്ല, ആക്സിഡന്റിനെ കുറിച്ചാ ചോദിച്ചത്. ആക്സിഡന്റോ? അതായത് ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാർ സഡൻ ആയിട്ട് വന്ന് ഇടിക്കായിരുന്നു. അതായത് ഓൾമോസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരുന്നു. പക്ഷെ ആ കാർ എങ്ങനെയാണ് വന്നതെന്ന് എന്നോടെന്താ പറയാതിരുന്നത്? പറയായിരുന്നത് ഞാൻ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ഫോൺ പൊട്ടിപ്പോയത് കാണുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ കോൺഷ്യസ് അല്ലല്ലോ. അതല്ല, നീ ഗീതയെ ആശ്വസിപ്പിച്ച കാര്യം എന്നോടെന്താ പറയാതിരുന്നത്? അല്ല, അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്തുകൊണ്ടാ പറയാതിരുന്നത്? അല്ല, അത് പിന്നെ സിറ്റുവേഷൻ കിട്ടാത്തത് കൊണ്ട്. എന്തുകൊണ്ടാ പറയാതിരുന്നതെന്ന്? അത് പറയാഞ്ഞത് പറഞ്ഞില്ലടാ, മനഃപൂർവ്വം പറയായിരുന്നത്. എന്തെന്ന് വെച്ചാ നീ ഗീത ഹർട്ട് ചെയ്യേണ്ട എന്റെ ആവശ്യം. നീ അവൾക്ക് ഉമ്മ കൊടുത്ത ദിവസം അവൾ എന്റെ അടുത്തൊന്ന് കരഞ്ഞു. ഞാൻ ആശ്വസിപ്പിച്ചു. അന്ന് മുതൽ നീ ഗീത ഹർട്ട് ചെയ്യുന്ന ഓരോ നിമിഷം അവൾ എന്റെ അടുത്ത് വന്നു. അതുകൊണ്ട് ഗീത എന്നോട് അടുക്കണമെങ്കിൽ നീ അവളെ ഹർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാ പറയുന്നത്. ഗീതയ്ക്ക് എന്നോട് പ്രേമമുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ നിന്നോട് അവർക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യം എന്നോടുള്ള സ്നേഹമാക്കി മാറ്റുമായിരുന്നു എന്റെ ലക്ഷ്യം. ഇന്ന് നിന്റെ ഫ്ലാറ്റ് വെച്ച് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അവൾ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്. അത് ശരിക്കും അങ്ങനെ ആവണം. അതിനാ ഞാൻ ഈ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തത്. നിന്റെ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഇല്ല, നീ പ്രൂവ് ചെയ്തു. നൗ ഷീ ഈസ് മൈൻ. ശരിക്കും ഞാൻ അവളെ കൊണ്ടത് പറയിക്കും. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞു ഗീത നിന്റെ ആവോ? നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? അതെ, ചീറ്റിംഗ് തന്നെയായിരുന്നു. എവരിതിങ് ഈസ് ഫെയർ ആൻഡ് ലവ് ആൻഡ് വാർ. ഗീതയ്ക്ക് വേണ്ടി ബെസ്റ്റ് ഫ്രണ്ടായ എന്നെ നീ ചീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഗ്രേറ്റ് ലവറാണ് നീ. എനിക്ക് ചെറിയൊരു ഡൗട്ട് പോലും തോന്നിയില്ല. ഷോക്കായി പോയടാ. എനിക്ക് പോലും ഡൗട്ട് തോന്നിയില്ലെങ്കിൽ നീ ഗ്രേറ്റ് ആടാ. അതുകൊണ്ട് നീ നമ്പർ 1. മൈ ഫ്രണ്ട് ഈസ് നമ്പർ 1. മൈ ഫ്രണ്ട് അജയ് ഈസ് നമ്പർ 1. യെസ്. നീ എന്നോടെന്താ പറഞ്ഞേ? കഴുതേ. എടാ, ഗീത വരുന്നുണ്ട്. വാ. ഒരു മിനിറ്റ്. ഗീത നിന്നോട് ഐ ലവ് യു പറഞ്ഞു. ഓക്കെ, നീ ഗീതയോട് അത് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. പറയണ്ടടാ. ഫീൽ ചെയ്യില്ലേ? ഇപ്പൊ ചെന്ന് പറയടാ. ഒരു മിനിറ്റ്. ഇതിട്ടോ, ഡൗട്ട് വന്നണ്ട. അതല്ല, ഇപ്പൊ എന്നോടുള്ള ദേഷ്യത്തിലല്ലേ ഗീത നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്? ഇപ്പൊ ഈ ചീറ്റിങ്ങിന്റെ കാര്യം മനസ്സിലാക്കി നിന്നോടുള്ള ദേഷ്യത്തിൽ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ? അമ്മോ, അങ്ങനെയാണെങ്കിൽ ഗീത ഈ കാര്യം അറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും പറയില്ല, പ്രോമിസ്. നീ ഒരിക്കലും പറയരുത്, പ്രോമിസ്. എഗ്രി ചെയ്തല്ലോ? എന്നാ ചില്ല പറ. ഒരു മിനിറ്റ്. വേറൊന്നുമില്ലടാ. എന്തായാലും എൻ്റെ ലവ് പൊളിഞ്ഞല്ലോ. 2 ദിവസം ഞാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ നിന്നോട് മിണ്ടിയില്ലെങ്കിലും നീ വന്ന് എന്നോട് മിണ്ടിയേക്കണം. എടാ ആര്യ, നീ എന്താ മിണ്ടാത്തത്? അങ്ങനെ നീ എന്നോട് ചോദിച്ചാൽ ഞാനപ്പോൾ കൂളായിക്കോളും. ഓക്കെ? വാ. ഒരു മിനിറ്റ് കൂടി. വേറൊന്നുമല്ലടാ. ഇപ്പം നീ ഗീത ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ നിൻ്റെ ആവില്ലേ? അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവസാനമായിട്ട് ഒരു നിമിഷം അവൾ എൻ്റെ ലവറായിട്ട് കരുതിക്കോട്ടെടാ. പ്ലീസ് ഡാ. ഇത്ര മതി. താങ്ക്സ് ഡാ. ചെന്ന് പറ. ഗീത, ഹലോ. എപ്പോഴാ? ഏത് ഹോസ്പിറ്റലിൽ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഈശ്വര, ഇവളെന്തിനെങ്ങനെ? എന്തു പറ്റിയടാ? ശാന്തി സൂയിസൈഡ് ചെയ്യാൻ നോക്കിയടാ. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഗീതയെ ലവ് ചെയ്തെന്ന് പറഞ്ഞ അങ്ങനെ ചെയ്ത് അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു പ്രാവശ്യം പോലും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലടാ. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഫോട്ടോ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?